Good morning to all. നമ്മൾ ബോട്ടണിയിലെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ദ തേർഡ് ചാപ്റ്റർ ഇൻ ബോട്ടണി പോർഷൻ, സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെന്റ് ഓഫ് ദി ഫുഡ് പ്രൊഡക്ഷൻ. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുക? ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫുഡ്. നമുക്ക് യാതൊരു സംശയവുമില്ല, പ്രൈമറി റിക്വയർമെന്റ് ഓഫ് അവർ ലൈഫ് ഈസ് ഫുഡാണ്. ആ ഫുഡിന്റെ പ്രൊഡക്ഷൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? There are different ways in our mind to improve the production of food in our nature. പക്ഷേ രണ്ട് ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ ഈ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ അനിമൽ, ദാറ്റ് ഈസ് സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ളതിൽ രണ്ട് ടോപ്പിക്കാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ടു topics behind the production of food in our country? ആ രണ്ട് ടോപ്പിക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. That is first one, that is animal husbandry. Animal husbandry and second one, plant breeding. These are the two ട്രഡീഷണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ഓഫ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡാണ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് plant, that is production of food എന്ന് പറയുന്നത്. Animal husbandry and plant breeding are two branches to increase the food production. First we are discussing about animal husbandry. What is the meaning of animal husbandry? We are taking care, അല്ലെങ്കിൽ we are raising the good breeds by breeding method വഴിയായിട്ടും കെയറിങ് വഴിയായിട്ടും അനിമൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക. അനിമൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക. ഹസ്ബൻഡറി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹസ്ബൻഡ്? ദോസ് ഹൂ ടേക്ക് കെയർ ഓഫ് ദെയർ വൈഫിന് പറയുന്ന പേരാണ് ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അതുപോലെ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബ്രാഞ്ചാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പ്ലാന്റ് ബ്രീഡിംഗ്, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു പ്ലാന്റ് ആണ്. സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് അനിമൽ ഹസ്ബൻഡറി, ടേക്കിംഗ് കെയർ ഓഫ് animals for our primary requirement, that is food ആണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടേക്കിംഗ് കെയർ ഓഫ് ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ലിവിങ് സ്റ്റോക്കുകളെ, ലൈവ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ, ദാറ്റ് സ്റ്റോക്ക് മീൻസ് അനിമൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് സ്റ്റോക്കുകളെ പ്രൊട്ടക്ട് ചെയ്യുക, കെയർ ചെയ്യാണ് അനിമൽ ഹസ്ബൻഡറിയിൽ ചെയ്യുന്നത്. ഇൻ വേൾഡ്, നമ്മളെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ 70% ഓഫ് ലൈവ് സ്റ്റോക്ക്, ഇത് പരീക്ഷയ്ക്ക് എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 70%, ലോകം മുഴുവൻ നോക്കിയാൽ നമ്മൾ 70% ഓഫ് ലൈവ് സ്റ്റോക്ക് ഉള്ളത് രണ്ട് പ്രധാനപ്പെട്ട കൺട്രീസിലാണ്. അതിൽ ഒന്ന് നമ്മളുണ്ട്, മറ്റത് ചൈനയാണ്. ഈ രണ്ട് കൺട്രീസിലാണ് 70% ലൈവ് സ്റ്റോക്ക് ഉള്ളതെങ്കിലും വേൾഡിന്റെ ഫുഡ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ആകെ 25% ഉള്ളൂ. സോ വാട്ട് ഈസ് എ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 70% ഓഫ് ലൈവ് സ്റ്റോക്ക് ആൻഡ് 25% ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ? അപ്പോൾ ഫുഡ് പ്രൊഡക്ഷനിൽ നമ്മൾ കൂടുതൽ എന്ത് വേണം? കരുതൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാഠം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് നമുക്ക് മൈൻഡ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്. രണ്ട് പോയിന്റ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്, കെയറിംഗ് ഓഫ് ലൈവ് സ്റ്റോക്ക് ആണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% ഇൻ ഇന്ത്യ ആൻഡ് ചൈന, ബട്ട് ദ പ്രൊഡക്ഷൻ ഈസ് വെരി ലോ, ദാറ്റ് ഈസ് 25%. സോ വി ഹാവ് ടു ഇംപ്രൂവ് അവർ പ്രൊഡക്ഷൻ ബൈ യൂസിങ് മോർ ടെക്നിക്കൽ പ്രോസസ്, അല്ലെങ്കിൽ മോർ ഇംപ്ലിമെന്റ് ചെയ്യണം. നല്ല നല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ്റെ നമ്പർ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇത് കൂടാതെ കൊണ്ട് തന്നെ വേറെ രണ്ട് രീതി, അതായത് ന്യൂ ടെക്നിക്സ് നമ്മൾ പറയുന്നുണ്ട്. ദെൻ എംബ്രിയോ ട്രാൻസ്ഫർ വഴി, അത് അഡ്വാൻസ്ഡ് ആണ്. എംബ്രിയോ ട്രാൻസ്ഫർ വഴി വേണമെങ്കിൽ നമുക്ക് ഫുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഫുഡ് മീൻസ് മീറ്റോ എഗ്ഗോ മിൽക്കോ, നമുക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള ഏത് ഫുഡ് വേണമെങ്കിൽ നമ്മൾ ആ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ടിഷ്യൂ കൾച്ചർ, അത് പ്ലാന്റിൽ വരുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ഇത് രണ്ടും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്നും ടിഷ്യൂ കൾച്ചർ എന്നും. ട്രഡീഷണൽ ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നതും പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ ടു എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. രണ്ട് ബ്രാഞ്ചസ് പഠിക്കുക, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ്, ഇത് എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. ദെൻ അനിമൽ ഹസ്ബൻഡറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഫ്ലോ ചാർട്ട് വഴി കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡയറി ഫാം മാനേജ്മെൻറ്റ്, നെക്സ്റ്റ് വൺ പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്,
third one fisheries and fourth one apiculture. ഈ വേർഡ്സ് എല്ലാം നമുക്ക് പരിചയമുള്ള വേർഡ്സ് ആണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ മാനേജ്മെന്റ് അനിമൽ ഹസ്ബൻഡറിയിൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, അതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഡയറി ഫാം മാനേജ്മെന്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ അറിയുന്നത് വാട്ട് ഈസ് എയിം. എന്താണ് ഡയറി ഫാം മാനേജ്മെന്റിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ഏതിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും? മിൽക്ക് പ്രൊഡക്ഷൻ, thereby milk products. That is ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇത് എപ്പോഴും പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. ഡയറി ഫാം മാനേജ്മെന്റിന്റെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറി ഫാം മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, എയിം ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ, thereby we can increase the production of different milk products. അതാണ് നമ്മുടെ എയിം എന്നുള്ളത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. Then what is dairy farm management എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മാനേജിങ് ദ മിൽക്ക് പ്രൊഡ്യൂസിങ് അനിമൽസ്, അതായത് കാറ്റിൽസ്. മാനേജ്മെന്റ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസിങ് അനിമൽസ്, കാറ്റിൽസ്, അതുപോലെ തന്നെ ഗോട്ട്, കൗ, അങ്ങനെയുള്ള മിൽക്ക് ഈൽഡ് ചെയ്യുന്ന. അതിനോടൊപ്പം നമുക്ക് ബഫലോസ്, അങ്ങനെ ബുള്ളക്സ്, ഓക്സിനൊക്കെ നമുക്ക് വളർത്താനായിട്ട് പറ്റും. കാരണം ഇവയെല്ലാം സപ്ലിമെന്റ് ആണ്, യൂണിസെക്ഷൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. രണ്ടിനെയും കൂടി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്പ്രിങ്സിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടാനായിട്ട് പറ്റും. എങ്കിലും നമ്മൾ കൂടുതലായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റീസിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. മാനേജ്മെന്റ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിങ് അനിമൽസ് ആണ് ഡയറി ഫാം മാനേജ്മെന്റ് എന്നുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് to be remember. നമ്മളൊരു ഡയറി ഫാം മാനേജ്മെന്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഡയറി ഫാം ഉണ്ടാക്കണമെങ്കിൽ, വാട്ട് ആർ ദ പോയിന്റ്സ് ഇൻ യുവർ മൈൻഡ്? യാതൊരു തരത്തിലും നമുക്ക് കാണിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. എവരി പ്രൊഫഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഡിഗ്നിറ്റി. ഏതൊരു പ്രൊഫഷനാണെങ്കിലും നമ്മളത് സത്യസന്ധതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഏതൊരു പ്രൊഫഷനും വൈറ്റ് കോളറാണ്. അത് നമ്മുടെ മൈൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ജോബിൻ്റെയും ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇഷ്ടം പോലെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ നാട്ടിൽ വരുന്ന പാലുകളെല്ലാം തന്നെ പല രീതിയിൽ, അതായത് ഗുജറാത്ത്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂടുതലാണ്. അതിനെ ഒത്തുപോകാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വ്യത്യാസം വന്നതുകൊണ്ട് നമ്മളപ്പോൾ അതിലൊരു ഡ്രോബാക്ക്, നമ്മൾ പിന്നിലേക്ക് വലിയാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, കൊറോണ കോവിഡൊക്കെ വന്ന കാലഘട്ടത്തിൽ പല ആൾക്കാരും ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് ഈ ഡയറി ഫാം മാനേജ്മെന്റ് എന്നുള്ളത് ഒരു പ്രത്യേക ജോബായിട്ട്, സെക്യൂർ ആയിട്ടുള്ള ജോബായിട്ട് മാറ്റിയെടുത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും, എസ്പെഷ്യലി സ്റ്റുഡൻസ് പോലും പാർട്ട് ടൈം ആയിട്ടൊരു ജോലിയായിട്ട് ഇതിനെ കണക്കാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഗുഡ് ഫോർ യുവർ ലൈഫ്. നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലായി, മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കുക, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പോസിറ്റീവ് മൈൻഡോട് കൂടി എടുക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. അങ്ങനെയല്ല അവർക്ക് ഈ ജോബ് ഏറ്റവും നല്ലതാണ്. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കാം നമ്മളെല്ലാവരും. അതിനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല. അതിനോടൊപ്പം ഒരു പാർട്ട് ടൈം ബിസിനസ്, പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ പറയുന്ന പ്ലാന്റ് ബ്രീഡിംഗ് വഴി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡയറി ഫാം വഴി മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതെല്ലാം തന്നെ വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ കുറിച്ചിട്ടാണ്, ഏതൊക്കെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരു ഫാം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പോകണമെങ്കിൽ. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസ് വേണം. ഒരു ഫാമാണ് അല്ലേ, ഫാമിന് എന്ത് വേണം? ഇപ്പോൾ ഇത് പോയിൻ്റായിട്ട് മാത്രം പഠിച്ചാൽ മതി. പ്രോപ്പർ പ്ലേസ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 5-2 സെൻറ്റ് ഭൂമിയല്ല, കുറച്ച് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. ഫാമാണ്. വി എക്സ്പെക്ട് മോർ നമ്പർ ഓഫ് കാറ്റിൽസ് ആൻഡ് മിൽക്ക് പ്രൊഡ്യൂസിങ് അനിമൽ ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെ നമുക്ക് കണ്ടുപിടിക്കണം. അടുത്തതായിട്ട് പ്രോപ്പർ പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്. നല്ല ബ്രീഡുകളെ സെലക്ട് ചെയ്യണം. സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ് എന്ന് മാത്രമല്ല, ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ടു അവർ ലൊക്കാലിറ്റി. നല്ല വെറൈറ്റിയെ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റിന്, നമ്മുടെ കണ്ടീഷൻസിന് അത് സ്യൂട്ടബിൾ ആണെന്ന് കൂടി സെലക്ട് ചെയ്യണം. നല്ല പ്ലേസ് കിട്ടി, നല്ല
മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഈൽഡ് ഉള്ള അനിമൽസിനെ നമ്മൾ കൊണ്ടുവന്നു. ദെൻ അടുത്ത പോയിന്റ്, വി ഹാവ് ടു പ്രൊവൈഡ് ഗുഡ് ഷെൽട്ടർ. നല്ലൊരു ഷെൽട്ടർ കൊടുക്കണം, നല്ലൊരു ഷെഡ് അല്ലെങ്കിൽ ഷെൽട്ടർ, നല്ലൊരു പ്രൊട്ടക്റ്റ്. കാരണം അറിയാം അനിമൽസ് ആണ്, അവയ്ക്ക് ഹാർംഫുൾ ആയിട്ട് പല പ്രിഡേറ്റേഴ്സും ഉണ്ടാവും. ആ പ്രിഡേറ്റേഴ്സിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ രീതിയിലുള്ള നല്ലൊരു ഷെൽട്ടർ സംവിധാനം കൊടുക്കണം. ഗുഡ് ഷെൽട്ടർ മാത്രം പോരാ, അഡിക്വേറ്റ് വാട്ടർ ഉണ്ടായിരിക്കണം അവിടെ. അതായത് പ്രസൻസ് ഓഫ് വാട്ടർ നല്ലപോലെ വേണം അവിടെ. പ്രസൻസ് ഓഫ് വാട്ടർ എന്നാൽ നല്ല വെൽ വാട്ടേർഡ് ആയിട്ടുള്ള സിസ്റ്റം ആ ലാൻഡിൽ വേണം. വെള്ളത്തിന് അധികം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ഹൈജീനിക് ആയിരിക്കണം, ആഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ വേണം. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിരിക്കണം. ബോത്ത് ഫാർമർ, ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ കാറ്റിൽസും നല്ല ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈജീൻ ആയിരിക്കണം, ക്ലീനും ആയിരിക്കണം, ഹൈജീനും ആയിരിക്കണം. ഇതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പഠിക്കാം. നല്ല ഷെൽട്ടർ, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം, ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഹൈജീനും ആയിരിക്കണം ആ ഏരിയ എന്നുള്ളത്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട് ഗുഡ് ഫീഡ് ഓർ ഫോഡർ. ഫോഡർ മീൻസ് തീറ്റ, കന്നുകാലി തീറ്റയ്ക്ക് പറയുന്ന പേരാണ് ഗുഡ് ഫീഡ്. അല്ലെങ്കിൽ നല്ല ഫോഡർ വേണം. റിച്ച് ന്യൂട്രിയൻസ്, നമ്മളതൊരു ഫാമായിട്ട് മാനേജ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടണം. അങ്ങനെ പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ നല്ല ഫീഡ് അവയ്ക്ക് കൊടുക്കണം, നല്ല ഫോഡർ കൊടുക്കണം. ദാറ്റ് ഈസ് ഫുഡ് അല്ലെങ്കിൽ ഫോഡ് വിത്ത് റിച്ച് ന്യൂട്രിയൻസ്. അത് പ്ലാന്റിന്റെ പ്രോഡക്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രെയിൻസ് ആയിട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് വേണം അവയ്ക്ക് കൊടുക്കാനായിട്ട്. എന്നെങ്കിൽ മാത്രമാണ് അവയ്ക്ക് പ്രോപ്പർ ഗ്രോത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, അങ്ങനെ കൊടുത്താൽ മാത്രമാണ് അവ ഹൈലി ഡിസീസ് റെസിസ്റ്റന്റ് ആവുള്ളൂ. ഡിസീസ് റെസിസ്റ്റന്റ് ആയെങ്കിൽ മാത്രമാണ് അവയ്ക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, ഗുഡ് ഷെൽട്ടറും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അവയ്ക്ക് കറക്റ്റ് വാക്സിനേഷൻ കൊടുക്കണം. കറക്റ്റ് വാക്സിനേഷൻ മീൻസ് അതിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ബ്രീഡുകളാണ്. കോമൺ വെറൈറ്റീസ് ആണെങ്കിൽ, വൈൽഡ് വെറൈറ്റീസ് ഓഫ് ഏത് അനിമൽസ് ആണെങ്കിലും അവ ഹൈലി ഡിസീസ് റെസിസ്റ്റന്റ് ആയിരിക്കും. അവയ്ക്ക് വാക്സിനേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ 1-2 കാറ്റിൽസ് ഉണ്ടെങ്കിൽ അവയെ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു മാസമായിട്ട് നമ്മൾ വളർത്തുമ്പോൾ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബിഫോർ നമ്മൾ രോഗം വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിന് പ്രതിരോധം നൽകി കഴിഞ്ഞാൽ, വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള അനിമൽസിലേക്ക് അത് പകരൂല. ഒരു മാസമായിട്ടുള്ള ഒരു ഫ്ലോപ്പ് അവിടെ സംഭവിക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വാക്സിനേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. വാക്സിനേഷന് ശേഷം അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് കറക്റ്റ് ടൈമിംഗ് ഓഫ് മിൽക്ക് കളക്ഷൻ. അതായത് ഡിഫറെൻറ്റ് ബ്രീഡ്സിന് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് 20 liters, 30 liters, 50 liters ഓഫ് മിൽക്ക് ഒക്കെ ആയിരിക്കും ഓരോ പശുവിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മിൽക്ക് പ്രൊഡ്യൂസിങ് അനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് നമ്മൾ ഈൽഡ് എടുത്തില്ല എങ്കിൽ, അത് എല്ലാ വിളകളും അങ്ങനെ തന്നെയാണ്, കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഈൽഡ് എടുത്തില്ല എങ്കിൽ അത് ആ അനിമലിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മോഡേൺ ടെക്നിക്കാണ്, ഫാമൊക്കെ ആണെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൻ്റെ കോൺടാക്ട് ഇല്ല. അപ്പോൾ കൂടുതൽ അത് ഹൈജീൻ ആയിരിക്കും, ക്ലീൻ ആയിരിക്കും മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് നമ്മൾ സ്വയം ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല അതിന് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈൽഡ് സ്വയം കളക്ട് ചെയ്യാനായിട്ടും പറ്റും. അത് കറക്റ്റായിട്ട് ടൈമിംഗ് നമ്മൾ അതിൽ കറക്റ്റാക്കി വെക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ഈൽഡ് നമ്മൾ എടുക്കുക. അതാണ് കറക്റ്റ് ടൈമിംഗ് ഓഫ് മിൽക്ക് കളക്ഷൻ. ഇങ്ങനെ മിൽക്ക് ഇത്രയധികം കിട്ടിക്കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്ത മിൽക്ക് കറക്റ്റായിട്ട് എന്ത് വേണം? കറക്റ്റ് പ്രിസർവേഷനും വേണം. അല്ലാണ്ട് ഇത്രയധികം പാൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഫാമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മിൽക്ക് ആൻഡ് ദയർ പ്രോഡക്ട്സ്. അതിനുള്ളൊരു സംവിധാനം നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതിന് സെല്ലിങ്ങിനുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഡയറി ഫാം മാനേജ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, വി കീപ് എ കറക്റ്റ് റെക്കോർഡ് ബുക്ക്. അപ്പോൾ സയൻസിന് മാത്രമല്ല റെക്കോർഡ് ബുക്ക് ഉള്ളത്. ഇങ്ങനെ ഒരു ഫാമിനും അവിടെ എന്തൊക്കെ നടക്കുന്നു, റെക്കോർഡിങ് കറക്റ്റായിട്ട് നടത്തിയിരിക്കണം. എത്ര പശുക്കളുണ്ട്, അവയ്ക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഒരാൾക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഡാറ്റ
ആ ഫാമിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസ് നോട്ട്സ് ആക്കിയിട്ട് നമ്മൾ പോയിന്റ് ആക്കിയിട്ട് കുറിച്ച് വെച്ചിരിക്കണം. അത് വേറെ ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഈ റെക്കോർഡിംഗ് ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വെറ്റിനറി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ, സോ അടുത്ത പോയിന്റ് 7th പോയിന്റ്, ദ റെഗുലർ വിസിറ്റ് ഓഫ് എ വെറ്റിനറി ഡോക്ടർ. അല്ലെ, വിസിറ്റ് ഇല്ല എങ്കിലും ഒരു അഡ്വൈസെങ്കിലും എടുക്കണം. ഡോക്ടർ അതിന് ഒരു വിസിറ്റോ ഒരു അഡ്വൈസോ എടുത്തിട്ട് വേണം കാറ്റിൽസിന് അല്ലെങ്കിൽ ഡയറി ഫാം മാനേജ്മെന്റ് നടക്കുന്ന ഫാമേഴ്സ് അവരുടെ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സജഷൻസ് എടുക്കാം, ഡോക്ടറെ കൊണ്ടുവന്ന് നോക്കിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ഡയറി ഫാം നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ബെനിഫിഷ്യൽ ആയിരിക്കും. ഒരിക്കലും അതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറില്ല. ഇങ്ങനത്തെ ഒരു ഫാമിന് 2 ഉപയോഗമുണ്ട്. ഒന്ന്, മെന്റലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാരണം വി ആർ ഗിവിങ് സംതിങ് ടു നേച്ചർ. നേച്ചർ മീൻസ് മറ്റുള്ള ആൾക്കാർക്ക് നമ്മളൊരു പ്രോഡക്ട്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇങ്ങനത്തെ പ്രോഡക്ട്സ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അതൊരു tedious ആയിട്ടുള്ള വർക്കാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി ചെയ്തില്ല എങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാലത്ത് പല ആൾക്കാരും ഈ ഒരു ഡൈവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ ജോബിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക, വാട്ട് ആർ ദ സ്റ്റെപ്സ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു പ്രിപ്പയർ എ ഡയറി ഫാം മാനേജ്മെന്റ്. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെപ്പുകളായിട്ട് 7 പോയിന്റ്സ് വരെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ പോയിന്റും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഡയറി ഫാം മാനേജ്മെന്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? എന്തായിരിക്കും ബെനിഫിറ്റ്? നമ്മൾ ബെനിഫിറ്റ് ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മിൽക്കിന്റെ പ്രൊഡക്ഷനും കൂട്ടും. ദാറ്റ് വിൽ ഇൻക്രീസ് അവർ ഇക്കണോമി. ആ ഡയറി ഫാം മാനേജ്മെന്റ് നടത്തുന്ന ആളുടെ ഇക്കണോമിക് സ്റ്റാറ്റസ്, യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാറ്റസ് അദ്ദേഹത്തിന് എന്തായാലും കൂടിയിരിക്കും. അതർവൈസ് ഹി ഗോട്ട് എൻ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. മാനസികമായിട്ടും അദ്ദേഹത്തിന് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വി ആർ ഗിവിങ് സംതിങ് ടു അവർ ഫ്രണ്ട്സ്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി സെക്കൻഡറി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനെല്ലാത്തിനും തന്നെ പ്രൈമറി ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണ്. ഈ ഡയറി ഫാം മാനേജ്മെന്റിന്റെ സെക്കൻഡറി ബെനിഫിറ്റ്സുകളൊക്കെ എന്താണ്? ഏതൊരു പ്രോസസ്സിനും പ്രൈമറി ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും, സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, വാട്ട് ആർ ദ സെക്കൻഡറി ബെനിഫിറ്റ്സ്? ഡയറി ഫാം മാനേജ്മെന്റിന്റെ സെക്കൻഡറി ബെനിഫിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കൗഡങ്. ഈ കൗഡങ് എന്ന് പറയുന്നത് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ബയോ ഫെർട്ടിലൈസർ ആണ്. ദാറ്റ് ഈസ്, ഈ ഫാർമർക്ക് തന്നെ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ, വെജിറ്റബിൾ ഗാർഡനോ അല്ലെങ്കിൽ എന്താ പറയുക പാഡി ഫീൽഡോ വീറ്റിന്റെ ഫീൽഡോ ഷുഗർ ഫീൽഡോ ഏതെങ്കിലും ഒരു തോട്ടം, അത് പ്ലാന്റ് സപ്ലിമെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള കംപ്ലീറ്റ് ബയോ ഫെർട്ടിലൈസർ ഈ ഡയറി ഫാമിൽ നിന്ന് കിട്ടും. അതൊരു മ്യൂച്വലിസം പോലെ, അതായത് പ്ലാന്റിനെ അനിമൽസിനെ വളർത്തിയാൽ അത് പ്ലാന്റ്സിന് ഉപകാരമാണ്, പ്ലാന്റ്സിനെ വളർത്തി കഴിഞ്ഞാൽ അനിമൽസിന് ഉപകാരം. അപ്പം മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. സോ ഇറ്റ് ഇസ് എ കൗഡങ് ഇസ് എ ഗുഡ് ബയോ ഫെർട്ടിലൈസർ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി ക്യാൻ മേക്ക് എ ബയോഗ്യാസ് പ്ലാന്റ് ഹിസ് ഓൺ. ഇത്രയും കാറ്റിൽസ് അല്ലെങ്കിൽ അനിമൽസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ബയോഗ്യാസ് പ്ലാന്റ് സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് പറ്റും. അത് +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൗഡങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, മെത്തനോജൻസ്. ഇത് രണ്ടും അതിൻ്റെ സെക്കൻഡറി ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തെ പോയിന്റ്, യൂറിൻ എന്ന് പറയുന്നത് ആൾസോ എ ബയോ ഫെർട്ടിലൈസർ ആണ്. ദെൻ കാറ്റിൽസ് അല്ലെങ്കിൽ ഈ അനിമൽസിന്റെ യൂറിൻ എന്ന് പറയുന്നത് അമോണിയ, ദാറ്റ് ഈസ് യൂറിയ എന്ന് പറയുന്നത്, അത് ഏറ്റവും നല്ലൊരു ബയോ ഫെർട്ടിലൈസർ ആണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആക്സെപ്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ആർക്കുള്ളത്? ഡയറി ഫാം മാനേജ്മെന്റ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു എന്താ പറയുക ഫാമർ എന്ന നിലയിലല്ലാതെ പ്രോജക്റ്റ് വർക്ക്, പ്രോജക്റ്റ് ആകുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു പ്രോജക്റ്റ് വർക്കായിട്ട് നമ്മൾ ഡയറി ഫാം മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് ധാരാളം ബെനിഫിറ്റ്സുകൾ ഉണ്ട്. മെന്റലിയും അതുപോലെ തന്നെ ഇക്കണോമിക്കലിയും ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഓഫ് അനിമൽസിന് പറയുന്ന പേരാണ് ഡയറി ഫാം മാനേജ്മെന്റ്. അതിന്റെ പോസിറ്റീവ് സൈഡും ക്രൈറ്റീരിയ ഒക്കെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് അറിയാനുള്ളത്, വാട്ട് ആർ ദ ഡിഫറെന്റ് ബ്രീഡ്സ്? നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇഷ്ടംപോലെ ബ്രീഡ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ എക്സാമ്പിൾ ആയിട്ട് ജേഴ്സി, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ജേഴ്സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ സ്വിസ്,
അതുപോലെ സുനന്ദിനി. അപ്പോൾ ഇഷ്ടംപോലെ ബ്രീഡുകളുണ്ട്. നമ്മുടെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള പല ബ്രീഡുകളുണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടൊരു ഡയറി ഫാം മാനേജ്മെന്റ് നടത്താനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. എയിം, ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു റിമെമ്പർ വൈൽ യു ആർ ഡൂയിങ് എ ഡയറി ഫാം മാനേജ്മെന്റ്? അതിന്റെ പ്രൈമറി പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് മിൽക്ക് ആൻഡ് ദെയർ പ്രോഡക്ട്സ് ആണ്. സെക്കൻഡറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നായിട്ട് നമുക്ക് പറയാം. ബയോ ഫെർട്ടിലൈസർ ഉണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും, യൂറിൻ ഉണ്ട്. Anyway, this dairy farm management is a successful job for all of us. ഡയറി ഫാം മാനേജ്മെന്റിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കൂടി നമുക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ടുണ്ട്. ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഇൻ അവർ വേൾഡ് ഇറ്റ്സ് നോൺ ആസ് വൈറ്റ് റെവല്യൂഷൻ. അല്ലെങ്കിൽ കൺട്രി വൈസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ പേര് വെച്ചിട്ടാണ്, മിൽക്കിന്റെ കളർ വെച്ചിട്ട് തന്നെയാണ് ഏത് റെവല്യൂഷൻ എന്ന് പറയുന്നത്, ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ്, വൈറ്റ് റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം ഫൗണ്ടർ ഓഫ് അമൂൽ. അമൂൽ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മിൽക്ക് എന്നാണ് ഓർമ്മ വരിക. അമൂൽ പ്രോഡക്ട്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടറാണ്, ദാറ്റ് ഈസ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹമാണ് ഈ പ്രോജക്റ്റ്, ഈ പറയുന്ന റെവല്യൂഷൻ നമുക്ക് കൊണ്ടുവന്ന സയന്റിസ്റ്റ്. ഇത് രണ്ട് പോയിന്റും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇതോടുകൂടി നമ്മൾ ഡയറി ഫാം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആക്കുകയാണ്. ഈ രണ്ടാമത്തെ മാനേജ്മെന്റിന് പറയുന്ന പേരാണ് പൗൾട്രി മാനേജ്മെന്റ്. ഒരെണ്ണം പഠിച്ചാൽ പിന്നെ മറ്റതിന്റെ പോയിന്റ്സ് പഠിക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ഡയറി ഫാം മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പൗൾട്രി മാനേജ്മെന്റ് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതിന്റെ എയിം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ഏതിന്റെ പ്രൊഡക്ഷൻ, മിൽക്കിന്റെ പ്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗൾട്രി ഫാം മാനേജ്മെന്റ് നടക്കുന്നത്? ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ, മീറ്റ് ആൻഡ് എഗ്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് മീറ്റ് ആൻഡ് എഗ്. അവിടെ നമ്മൾ മിൽക്കാണ് പറഞ്ഞെങ്കിൽ ഇവിടെ മീറ്റും എഗ്ഗുമാണ് പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടേണ്ടത്. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ എയിം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എയിം ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പോയിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ പൗൾട്രി മാനേജ്മെന്റിന്റെ അർത്ഥം എന്താണ്? ടു മാനേജ്. ആരെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്? ടു മാനേജ് ബേർഡ്സ്. പൗൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടു മാനേജ് ബേർഡ്സ്. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ അറിയാം, ചിക്കൻ, അതുപോലെ തന്നെ ഡക്ക്, ടർക്കി, ലവ് ബേർഡ്സ്, അങ്ങനെ ഓർണമെന്റൽ ആയിട്ട് ഇഷ്ടംപോലെ ബേർഡ്സിനെ കൂടി നമുക്ക് ഇതിലേക്ക് വളർത്താനായിട്ട് പറ്റും. ചിക്കൻ ഡക്കാണ്, അതായത് നമ്മൾ ഹെന്ന അല്ലെങ്കിൽ ചിക്കൻ, ഡക്ക്, ടർക്കി, ലവ് ബേർഡ്സ്, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഏത് ഫാം നടത്താൻ പറ്റും? പൗൾട്രി മാനേജ്മെന്റ് ഫാം നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം മീറ്റും എഗ്ഗും ആണ്. ഞാൻ പറഞ്ഞു, സെക്കൻഡറി ആയിട്ട് നമ്മുടെ മൈൻഡ്സിൽ എപ്പോഴും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ട്, മനസ്സിന് ഒരു സന്തോഷം തരുന്ന പ്രോസസ്സാണ് ഈ ലവ് ബേർഡ്സും. അങ്ങനത്തെ എക്കണോമിക്കലി ബെനിഫിറ്റഡ് ആണ്, അറ്റ് ദ സെയിം ടൈം മെന്റലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ മറ്റതിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് വേണം. പ്രോപ്പർ സേഫ് പ്ലേസ്, സേഫ് ആയിട്ടുള്ള പ്ലേസ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സേഫ് ആയിട്ടുള്ള പ്ലേസ് പറയുന്നത്? എന്നാൽ മറ്റേത് ഡയറി ഫാം ആണെങ്കിൽ അനിമൽസ് കുറച്ച് ഹ്യൂജ് ആണ്, അവയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ അവയ്ക്ക് അറിയാം, അത്ര പെട്ടെന്ന് അവയെ അഫക്ട് ചെയ്യാൻ പ്രിഡേറ്റേഴ്സിന് പറ്റില്ല. പക്ഷേ ഈ ബേർഡ്സിന് ആണെങ്കിൽ അതിൻ്റെ പ്രിഡേറ്റേഴ്സ് ന്യൂമറസ് ആണ്. അതായത് സ്മോളർ അനിമൽസ് തൊട്ട് ബിഗർ അനിമൽസ് വരെ, ഇൻക്ലൂഡിങ് മാൻ വരെ ഈ പറയുന്ന പൗൾട്രി ഫാം നടത്തുന്ന ആൾക്കാർക്ക് ഒരു പ്രിഡേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ്. അപ്പം സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം ഈ പറയുന്ന ലാൻഡ് ഉള്ളത്. അവിടെ നല്ലൊരു, നമ്മൾ മറ്റതിന് പറഞ്ഞ പോലെയാണ്, നല്ലൊരു ഷെൽട്ടർ വേണം. വാട്ടറിന്റെ പ്രസൻസ് കറക്റ്റ് ആയിരിക്കണം, അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം, ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ
ഹൈജീൻ ആയിരിക്കണം. ഇതൊക്കെ പറയാനുള്ള കാരണം വി ആർ ഗ്രൂപ്പിംഗ് എ ലോട്ട് ഓഫ് ബേർഡ്സ് ഇൻ ദ സെയിം ക്യാബിൻ. അങ്ങനെ ആകുമ്പോൾ സ്പ്രെഡിങ് ഓഫ് ഡിസീസ് വളരെയധികം കൂടും. ആ സ്പ്രെഡിങ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വെച്ചിട്ട് എപ്പോഴും ആ പ്ലേസ് നല്ലപോലെ ക്ലീൻ ആക്കി ഹൈജീൻ ആക്കി വെക്കണം, ബോത്ത് ഫാർമർ ആൻഡ് അനിമൽസ്. അത് കോഴികളെ കുളിപ്പിക്കുന്നതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എക്സ്ക്രീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് മൈൻഡിലേക്ക് വരുന്ന ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ നല്ല ബ്രീഡുകളെ സെലക്ട് ചെയ്യണം. ആ ബ്രീഡ് എന്തായിരിക്കണം? സ്യൂട്ടബിൾ ആയിരിക്കണം. നമ്മുടെ ലൊക്കേഷന്, നമ്മുടെ ഏരിയയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രീഡ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ കളക്ഷൻ ഓഫ് മീറ്റ് ആസ് വെൽ ആസ് എഗ്. ഇത് രണ്ടും അവയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. അത് കറക്റ്റ് ടൈമിൽ, ആ ടൈമിങ്ങിൽ വെച്ചിട്ട് നമ്മൾ മീറ്റ് കളക്ഷൻ എടുത്തില്ലെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ നമ്മൾ എഗ്, ഒരു ഫാം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എഗ്ഗിനെ കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ കാലുകൊണ്ട് ചവിട്ടിയത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ ഏത് സമയത്താണ് ഹെൻ ഇവോൾവ് ചെയ്യുന്നത്, എഗ്ഗിനെ പുറത്തേക്ക് വരുന്നത്, ആ സമയത്ത് കറക്റ്റ് പോയി, കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള വർക്കാണ്, ആ സമയത്ത് കറക്റ്റ് സമയത്ത് പോയിട്ട് നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള ചാൻസ്, പല രീതിയിലും അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് കറക്റ്റ് ഫീഡാണ്. ന്യൂട്രിയൻ ഫീഡ് കൊടുക്കണം. ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഫീഡ് കൊടുക്കണം. നെക്സ്റ്റ് വാക്സിനേഷൻ കറക്റ്റായിട്ട് നടത്തണം. റെക്കോർഡിംഗ് വേണം. എന്തൊക്കെ നമ്മൾ ചെയ്തു, ഏതൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്, അതെല്ലാം റെക്കോർഡിംഗ് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വെറ്റിനറി ഡോക്ടർ കറക്റ്റായിട്ട് നമ്മുടെ ഇത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വെറ്റിനറി വിസിറ്റ് വേണം. ഇതൊക്കെ നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പൗൾട്രി ഫാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രോഗ്രാം ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുഡിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ ഹെഡിങ്, ഇൻക്രീസ്മെന്റ് ഓഫ് അവർ ഫുഡാണ്. അപ്പോൾ ഡയറി ഫാം മാനേജ്മെന്റ് വഴി ആ രീതിയിൽ ഫുഡിന്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടുമ്പോൾ പൗൾട്രി ഫാം മാനേജ്മെന്റ് വഴി അത് ചെയ്യുന്ന ആൾക്കാർ, ഫാമേഴ്സ്, വലിയൊരു അസറ്റ് ആണ് നമ്മുടെ നേച്ചറിന് കൊടുക്കുന്നത്. ആ മീറ്റും എഗ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡിന് യാതൊരു ക്ഷാമവും ഇല്ലാതെ നമുക്ക് ലെസ് കോസ്റ്റിൽ കിട്ടും. അതാണ് ഏറ്റവും, പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുമ്പോഴാണ്. ഇപ്പൊ നമുക്കറിയാം ഉള്ളിയുടെ വിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അബൌട്ട് 100. നമ്മുടെ കേരളത്തിൽ അത് ഉത്പാദിപ്പിക്കാത്തത് കൊണ്ട് വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ അതർ സ്റ്റേറ്റ്. അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന റേറ്റിന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. നമ്മൾ തന്നെ സെൽഫായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ലിവിങ് കോസ്റ്റ് വളരെയധികം കുറയും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ജനറേഷൻ എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലർ ആയിട്ട് ഒരു വെറ്റിനറി ഡോക്ടറെ വിസിറ്റും കൂടി ഉണ്ടെങ്കിൽ ഈ പൗൾട്രി ഫാം മാനേജ്മെന്റ് ഇസ് എ സക്സസ്ഫുൾ പ്രോസസ്, നല്ല എക്കണോമിക്കലി ബെനിഫിറ്റഡ് ആയിട്ട് ഒരു പ്രോസസ്സായിട്ട് മാറും. പ്രൈമറി പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞു മീറ്റും എഗ്ഗുമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു അഗ്രികൾച്ചറൽ ഫാമോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രൊഡക്ഷനോ അടുത്തുണ്ടെങ്കിൽ, അഗ്രികൾച്ചറൽ ഫാമും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡനും നമുക്ക് അടുത്തുണ്ടെങ്കിൽ അതിന്റെ സെക്കൻഡറി പ്രോഡക്ട്സ് ആയിട്ട് വരുന്നതാണ്, ദാറ്റ് ഈസ് എല്ലാവർക്കും അറിയാം, എക്സ്ക്രീറ്റ. സെക്കൻഡറി പ്രോഡക്റ്റ്, എല്ലാത്തിനും പ്രൈമറി പ്രോഡക്റ്റും ഉണ്ട്, സെക്കൻഡറി പ്രോഡക്റ്റും ഉണ്ട്. സെക്കൻഡറി പ്രോഡക്റ്റ് ആണ് എക്സ്ക്രീറ്റ. അത് റിച്ച് വിത്ത് യൂറിക് ആസിഡ് ആണ്. അതായത് കൗഡങ്ങിനേക്കാളും റിച്ച് ആണ്. വളരെ കുറച്ച് കൊടുത്താൽ മതി വെജിറ്റബിൾ ഗാർഡനിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഫീൽഡിൽ വളരെ കുറച്ച് മാത്രം. അത് കോക്കനറ്റിനും എല്ലാ പ്ലാന്റ്സിനും യൂസ്ഫുൾ ആണ് യൂറിക് ആസിഡ്. അത്രയും റിച്ച് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് നൈട്രജൻ കണ്ടന്റ് ഉള്ളതാണ് ഈ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ബയോ ഫെർട്ടിലൈസർ. പിന്നെ വേസ്റ്റ്, നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റും എന്ത് തന്നെയാണ്, ബയോ ഫെർട്ടിലൈസർ ആണ്. ആഫ്റ്റർ നമുക്കറിയാം ഇത് മീറ്റിന് വേണ്ടിയിട്ടും എഗ്ഗിന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അവയെ മീറ്റിന് വേണ്ടിയിട്ട് അതിനെ കൊല്ലും. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ ഒരിക്കലും റോഡ് സൈഡിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും പോയിട്ട് ഒന്ന് ഡംപ് ചെയ്ത് ഇറ്റ് ഇസ് എ ഗുഡ് ബയോ ഫെർട്ടിലൈസർ ഇൻ അവർ ലാൻഡ്. നമ്മുടെ ലാൻഡിൽ തന്നെ അത് സൂക്ഷിച്ച് അത് നമ്മൾ ഡിക്കമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബയോ ഫെർട്ടിലൈസർ. അപ്പോൾ പ്രൈമറി ആയിട്ടും ബെനിഫിഷ്യൽ ആണ്, സെക്കൻഡറി ആയിട്ടും നമുക്ക് എപ്പോഴും സക്സസ്ഫുൾ
സക്സസ്ഫുൾ ആയിട്ടൊരു ഫാം മാനേജ്മെന്റ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ പോയിന്റ് വഴി നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഗുഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ ഗുഡ് ബ്രീഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വൈറ്റ് ലെഗോൺ, അതുപോലെ തന്നെ ടർക്കി എന്ന് പറയുന്ന ഗിരിരാജ, ഇഷ്ടംപോലെ നമ്മൾ ബ്രീഡുകൾ കണ്ടിട്ടുണ്ട്. ഒരു ഫാമിൽ പോയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് പൗൾട്രി ഫാമിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നല്ല ബ്രീഡുകളുടെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേഷൻ ആയിട്ട് മാറും. ഇത്രയാണ് പൗൾട്രി മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ഫിഷറീസ്. പൗൾട്രി ഫാം മാനേജ്മെന്റിൽ നമുക്ക് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് എഗ്. എഗിന്റെ പ്രൊഡക്ഷൻ കൂട്ടണതിന് നമ്മൾ ഡയറി ഫാമിൽ വൈറ്റ് റെവല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പറയുന്ന റെവല്യൂഷനാണ് സിൽവർ റെവല്യൂഷൻ എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിഫറെൻറ്റ് ഡിസീസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് H5N1 എന്ന് പറയുന്ന ഡിസീസ്. അതൊരു ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഒരു വൈറസ് കോസിങ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഇൻ ബേർഡ്സ്, എസ്പെഷ്യലി ഹെന്നിലെല്ലാം പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു വൈറൽ ഡിസീസാണ് H5N1 എന്നുള്ളത്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വൈറൽ ഡിസീസാണ് അത്. ബേർഡ്സ് ഫാം ഒക്കെ നടത്തുന്ന ആൾക്കാർ അത് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എപ്പോഴും ഉണ്ടെന്നല്ല പറയുന്നത്. ബൾക്ക് ഓഫ് ഡെത്ത് കോസ് ചെയ്യുന്ന ഒരു വൈറൽ ഡിസീസാണ് H5N1 എന്നുള്ളത്. അത് കോസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസീവ് വൈറസ് എന്ന് പറയുന്നത്, നമ്മൾ കോവിഡ് വൈറസ്, കൊറോണ വൈറസ് എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഫ്ലുവൻസീവ് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. അത് ബേർഡ്സിൽ മാസ് കില്ലിംഗ്, ചില സമയത്തൊക്കെ പറയും കോഴികളെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. മാസമായിട്ട് ബൾക്കായിട്ട് അവർക്ക് ഡെത്ത് സംഭവിക്കും. അങ്ങനെ അതിന് ഫ്ലൂ എന്നൊക്കെയാണ് പറയുക, പനി അല്ലെങ്കിൽ ഫ്ലൂ എന്നൊക്കെയാണ് പറയുന്നത്. മാസമായിട്ട് ഡക്കുകൾ ബേർഡ്സിന് വരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറേ ബേർഡ്സിനെ ഒരുമിച്ച് നശിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അതൊരു ഫ്ലൂ അല്ലെങ്കിൽ ഒരു ഫീവർ പോലെയുള്ള ഒരു വൈറസ് കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അത് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ അത്രയും കോണ്ടാക്ട് വരുന്നുണ്ട്. കഴിച്ചില്ലെങ്കിൽ പോലും കോണ്ടാക്ട് വരുന്നത് കൊണ്ട് ആ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഈ പറയുന്ന H5N1. ഈ 2 പോയിന്റും കൂടി ആ പൗൾട്രി ഫാം മാനേജ്മെന്റിൽ ഒന്ന്